സ്കൂളിന് പരിസരത്തുള്ള ചില കടകൾ, ബേക്കറികളൊക്കെ കേന്ദ്രീകരിച്ച് അപ്പോൾ അവിടെയൊക്കെ കൃത്യമായി പരിശോധനകൾ എക്സൈസും പോലീസും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഇപ്പോൾ സംസ്ഥാനം ലഹരിക്കെതിരെയുള്ള വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഉള്ള ഓപ്പറേഷനുകളുടെ ഭാഗമായി ഇത്തരം പരിശോധനകളൊക്കെ ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഒരു വലിയ വെല്ലുവിളി ഈ സ്കൂളുകളുടെ പരിസരത്തുള്ള കടകൾ കേന്ദ്രീകരിച്ചല്ല ലഹരി വിൽപ്പന നടക്കുന്നത്. പകരം സ്കൂളുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ തന്നെ ഈ ലഹരി വിൽക്കുകയും അവർ അത് സ്കൂളുകൾക്കുള്ളിൽ ഉപയോഗിക്കുകയും ഇത് ഉപയോഗിച്ച് ക്ലാസ് റൂമിൽ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കോഴിക്കോട് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട, അതായത് 9ാം ക്ലാസ്സുകാരി ഡ്രഗ് കാരിയറായി എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത. അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരം നമ്മുടെ സ്കൂളുകളിൽ ഇത് നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ ചില സ്കൂളുകളുമായും എക്സൈസ് ഉദ്യോഗസ്ഥരുമായും പോലീസുകാരുമായും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ ആ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോ ഒന്നും കേന്ദ്രീകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എടുക്കാനൊന്നും ശ്രമിച്ചില്ല. കാരണം അവരൊക്കെ എക്സ്പോസ്ഡ് ആകും എന്നുള്ള ഭയം അവർക്കെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളുടെ കാര്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്നാണ് കഞ്ചാവ് പൊതി, അതും ഒന്നല്ല ഏതാണ്ട് 10 പൊതികൾ, 100 ഗ്രാം വരുന്ന 10 പൊതികളാണ് കണ്ടെത്തിയത്. അപ്പോൾ ആ കുട്ടി കാരിയറായിട്ട് ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കണ്ടോ, സർക്കാരിന് അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, നിയമപാലകർ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഒരു കാലഘട്ടത്തിൽ സ്കൂളിന്റെ ഫ്രണ്ടിലെ പെട്ടിക്കടകൾ വ്യാപകമാണ്, ബേക്കറികൾ, പരിസരങ്ങൾ. കുട്ടികളെ നിങ്ങൾ നോക്കൂ, കോഴിക്കോട് ഒരു ചെറിയ പെൺകുട്ടിയെ കാരിയറായി ഉപയോഗിച്ച് ആ കുട്ടിയുടെ ഒരു അയൽവാസിയായ ചെറുപ്പക്കാരന് ഒരു പൊതി കൊടുക്കും. നിങ്ങൾ പറയും, ഇത് പെട്ടിക്കട കൊടുത്താൽ നിനക്ക് പയമ്പരിയും ചായയും കിട്ടും. ഈ കുട്ടിക്ക് ഇതെന്താണെന്നറിയില്ല. പെൺകുട്ടികളെ ഒരു കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിൽ ക്ലാസിന്റെ ബാക്കിലെ ബെഞ്ചിൽ പെൺകുട്ടികൾ തളർന്നു കിടക്കുന്നു. അപ്പൊ കുപ്പിവെള്ളത്തിൽ ഗുളികയിട്ടിട്ട്, മയക്കുമരുന്നിന്റെ ഗുളികയിട്ട് കുലുക്കിയാൽ ഒരു പിടുത്തവും കിട്ടൂല. കാലിൽ ഷോക്സ് ധരിക്കുന്ന കാലിന്റെ നിര്യാണിയുടെ ഭാഗം ഒരു ബ്ലേഡ് കൊണ്ട് ചെറുങ്ങനെ വരച്ചിട്ട് അവിടെ സ്റ്റിക്കർ ഒട്ടിക്കുക, ലഹരിയുടെ സ്റ്റിക്കർ. പെൺകുട്ടികൾ ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാഴ്ച. കാരണം പെണ്ണത് ചെയ്യില്ല എന്ന ആ ചിന്തയിൽ നിന്ന് മാഫിയ സംഘങ്ങൾ പെൺകുട്ടികൾ ഉപയോഗിക്കുക, അതുവഴി അവരുടെ ശരീരം വിൽക്കുക. ബാംഗ്ലൂരിലൊക്കെ നടക്കുന്ന വ്യാപകമായ കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്താണ് പരിഹാരം? ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, എല്ലാറ്റിനെയും മറച്ചു വെക്കുന്നു എന്നതാണല്ലോ പ്രശ്നം. എങ്കിലുള്ള പരിഹാരം ചുറ്റും കറുത്ത തമോമയമായ മുറ്റുമിരവിതിൽ ഏകാകിയാണ് ഞാൻ, കൂട്ടിന് തോയനില്ലായികയാൽ എന്നിദ്ര പറന്നുപോയോ. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ വീട്ടിൽ ആരുമില്ല. അല്ലാ, തണുപ്പുള്ള രാത്രി, എനിക്ക് വ്യഭിചരിക്കാം, പക്ഷേ നാഥ ഞാൻ നിന്നെ ഭയപ്പെടുന്നു. രാജകൊട്ടാരം യൂസുഫ് നബിയെ സുലേഖ വ്യഭിചരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. വീടിന്റെ ഉള്ളിൽ കയറി, റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടു. യൂസുഫ് നബിക്ക് അവസരം മനസ്സിലായി. അദ്ദേഹം തിരിഞ്ഞോടി. സുലേഖ അദ്ദേഹത്തിന്റെ കുപ്പായം പിടിച്ചു. കാലമാതല്ലാ, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞു പോന്നു. വ്യഭിചരിക്കാൻ തുനിഞ്ഞ ചെറുപ്പക്കാരനോട് ഇത്തഖില്ല എന്ന് ചോദിച്ചു. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആര് കണ്ടാലും ആര് കേട്ടില്ലെങ്കിലും, അറിഞ്ഞാലും പറഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നു. ഈ ബോധമില്ലാതെ ഒരാളെയും നന്നാക്കാൻ കഴിയില്ല. ഞങ്ങൾ കഞ്ചാവടിക്കാത്തത്, ഞങ്ങൾ മദ്യപിക്കാത്തത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്. അറബ് ജനത മദ്യപിച്ചിരുന്നു, അറബ് ജനത വ്യഭിചരിച്ചിരുന്നു. പക്ഷേ അള്ളാഹുവിൽ വേരൂന്നിയപ്പോ, അവർ റബ്ബിലേക്ക് മടങ്ങിയപ്പോ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന ആയത്ത് ഇറങ്ങി. 5-ാം അധ്യായം 90-91. നിങ്ങളൊരു ചോദ്യം, നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ? മദ്യപാനം നിർത്താറായില്ലേ? അല്ലാഹ് ചോദിച്ചു. അവർ ഫുൾ സ്റ്റോപ്പ് ചെയ്തു. അല്ലാഹ് പറയുന്നത് വേണ്ട, അല്ലാഹനെ പറ്റി പഠിപ്പിക്ക്. പട്ടാളത്തെ പറ്റിയല്ല, പോലീസിനെ പറ്റിയല്ല, അല്ലാഹനെ പറ്റി പഠിപ്പിക്ക്. കള്ള് വിരോധിച്ചു എന്നായത്ത് ഇറങ്ങിയപ്പോ റസൂലുള്ള പറയാണ്, അവിടെ സഅദ് റളിയല്ലാഹു, അമ്മാർ, യാസിർ, ത്വൽഹ എല്ലാവരും മദ്യം നിരോധിച്ചു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ മദ്യത്തിൽ, ഞങ്ങളുടെ ഷർട്ടിൽ മദ്യമുറ്റി, അത് ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നു. വായിലേക്ക് കൈയിട്ട് മദ്യം ഞങ്ങൾ ഛർദ്ദിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ട, വേണ്ട, ഞങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു വേണ്ടാന്ന്. ഖംറി എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മരവിപ്പിക്കുന്നത്, ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നാണ്. ആ ലഹരി ഞങ്ങൾക്ക് വേണ്ട. കുൽ മുസ്കിരിൻ ഹറാം, ഒരു ചെറിയ തോതിൽ അതുപോലും ഹറാമാണ്, ഞങ്ങൾക്കിത് വേണ്ട.